ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോൾ കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മോൾ എന്താണ്, അവഗാഡ്രോ നമ്പർ എന്താണ്, ഇനി ആറ്റംസിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് എങ്ങനെയാണ് മോൾ കൺസെപ്റ്റ് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മോളിക്യൂൾസിൻ്റെ കേസിൽ എങ്ങനെയാണ് മോൾ കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇപ്പോൾ നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള ഗ്യാസസ് ഒക്കെ എങ്ങനെയാണ് നേച്ചറിൽ ഒക്കർ ചെയ്യുന്നത്, അത് പ്രകൃതിദത്തമായിട്ട് അത് കാണുന്നത് ഡയറ്റോമിക് ഫോമിലാണ്. ഡയറ്റോമിക് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നൈട്രജൻ വേറൊരു നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് N2 എന്ന് പറയുന്ന ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതേപോലെ ഓക്സിജൻ വേറൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O2 എന്ന് പറയുന്ന ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം ചുമ്മാ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നൈട്രജൻ്റെ കേസിൽ എന്ത് ബോണ്ടിങ്ങാണ് ഉള്ളത്, നൈട്രജൻ സെക്കൻഡ് നൈട്രജൻ ആറ്റവുമായിട്ട് ത്രിബന്ധനത്തിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ N2 മോളിക്യൂളിലുള്ളത് ട്രിപ്പിൾ ബോണ്ടിങ് ആയിരിക്കും. ദാറ്റ് മീൻസ് ത്രിബന്ധനമായിരിക്കും. ഇനി ഓക്സിജൻ ആണെങ്കിലോ അവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്സിജൻ വേറൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ്വിബന്ധനം. അങ്ങനെയാണ് മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും കേസിൽ. അപ്പോൾ ഈ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയുടെ കേസിൽ നമുക്ക് എങ്ങനെയാണ് മോൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ആറ്റംസ് പറയുന്ന സമയത്ത് എന്താ, ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ്റെ അറ്റോമിക് മാസ്. ഇവിടെ നമുക്ക് വേണ്ടത് ഏതാണ്, നമ്മൾ മോളിക്യൂൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഏത് മോളിക്യൂൾ ആണെങ്കിലും നമ്മൾ അവിടെ എന്താ കൺസിഡർ ചെയ്യുക, അതിൻ്റെ മോളിക്യുലാർ മാസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് തന്മാത്രയാണെങ്കിൽ അതിൻ്റെ മോളിക്യുലാർ മാസാണ്. ഇനിയിപ്പോൾ കാർബൺ ആണെങ്കിൽ അത് ആറ്റമായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെത് മാത്രം എടുത്താൽ മതി. ഇനി ഓക്സിജൻ മോളിക്യൂളായിട്ടായിരിക്കും, നൈട്രജനൊക്കെ മോളിക്യൂളായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഇതിന് മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കുക? ഇപ്പം നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ ഓൾവേസ് എക്സിസ്റ്റ് ആസ് N2. ഓക്കെ, അപ്പം നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്താ, 14 അല്ലേ അറ്റോമിക് മാസ്. അപ്പോൾ 14 ആണ്. അപ്പം 2 നൈട്രജൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നൈട്രജൻ്റെത് 14 ആണ്. അപ്പം 2 നൈട്രജൻ ആറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, 14 × 2 എന്ത് വരും, 28 ആയിരിക്കും ഏത്, നൈട്രജൻ്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്, മോളിക്യുലാർ മാസ് ആണ്. ഓക്കെ, അപ്പോൾ N2 ആണെങ്കിൽ മോളിക്യുലാർ മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നൈട്രജൻ ആറ്റം ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസ് 14 ആണ്. അങ്ങനെയാണെങ്കിൽ മോളിക്യുലാർ മാസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, 2 നൈട്രജൻ ഉള്ളത് കൊണ്ട് 14 × 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. സോ നൈട്രജൻ്റെ കേസിൽ മോളിക്യുലാർ മാസ് എത്രയാ, 28 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. 28 ആണ് നൈട്രജൻ്റെ മോളിക്യുലാർ മാസ്. ദെൻ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എത്രത്തോളം നൈട്രജൻ ഉണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ നൈട്രജൻ മോളിക്യൂളിൻ്റെ മോളിക്യുലാർ മാസ് 28 ആണ്. സോ ഞാൻ 28 ഗ്രാം നൈട്രജൻ മോളിക്യൂൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ അത് എത്ര മോളിക്യൂൾസ് ആയിരിക്കും, 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇവിടെ മോളിക്യൂളാണ് നമ്മളെടുത്തത്. സോ ഇവിടെ എന്ത് തന്നെയാണ്, മോളിക്യൂൾസ് ആയിരിക്കണം ഉണ്ടാവുക. ഇനി അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ഓക്സിജൻ്റെ കേസ് എങ്ങനെ പറയാം, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ, 8 ആണ്, മാസ് നമ്പർ 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ എടുത്താൽ ദാറ്റ് മീൻസ് O2, ഓക്സിജൻ എന്ന് പറയുന്ന തന്മാത്ര നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, 16 × 2 വരും. ദാറ്റ് ഈസ് 32 ആണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്യുലാർ മാസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെടുക്കുന്നു, 32 ഗ്രാം ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എടുക്കുവാണ്. അതെത്രയായിരിക്കും, 6.022 × 10⁻23 മോളിക്യൂൾസ്. ഓക്കെ, അത്രയും മോളിക്യൂൾസ് ആയിരിക്കും ഓക്സിജൻ മോളിക്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കുവാണ്, ഹൈഡ്രജൻ മോളിക്യൂൾ H2. ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഹൈഡ്രജൻ ആറ്റം ഫസ്റ്റ് നോക്ക്. ഹൈഡ്രജൻ ആറ്റം എന്താ, H11 അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ, 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മാസ് എത്രയായിരിക്കും, 1 ×
ടു ആയിരിക്കും ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ്. സോ ഞാൻ 2 gram ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ അത് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 mole ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പോൾ അവഗാഡ്രോ നമ്പർ ആണല്ലോ ഇത്. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഏത് സബ്സ്റ്റൻസ് നമ്മൾ എടുത്താലും അത് എത്രയായിരിക്കും? 1 mole ആയിരിക്കും. ഓക്കെ.